ഇന്നത്തെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് യെസ് എവിടെ പറയണം നോ എവിടെ പറയണം എന്ന് കൃത്യമായി ധാരണയില്ല. ചിലപ്പോൾ പറയുന്നത് തെറ്റിപ്പോവാം, ചിലപ്പോൾ പിന്നീട് അതിനെ ഓർത്ത് സങ്കടപ്പെടാം. അത് നമ്മൾ ഏത് പോയിന്റിലാണ് യെസ്സും നോയും പറയേണ്ടതാണ് വിദ്യ പറയുന്നത്? സങ്കടമായാലും എന്തായാലും ഒരു പ്രണയം ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതുകൂടി ഇല്ലെങ്കിൽ ഇല്ല, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രണയം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു സപ്പോർട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല? ഉണ്ട്, ഉണ്ടായിട്ടുണ്ട്. അവസാനിച്ചോ? അത് കണ്ടിന്യൂ ആണോ? അവസാനിച്ചോ? ആ ചോദ്യം വേണോ? എന്റെ വീട്ടുകാരിപ്പോ ഒന്ന് സമാധാനപ്പെട്ട് വരുന്നുള്ളൂ. അത് അവസാനിച്ചോ തീരുമല്ലോ. പ്രണയം ഇതിപ്പോ ഷേണികം പറയേണ്ട പോലെ പറഞ്ഞല്ലോ, വൺ ലവ്. അയ്യോ, കളിയാക്കല്ല. പക്ഷെ പ്രണയമുണ്ട്, പ്രണയമുണ്ട്. അപ്പൊ അതൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആവുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. അതാ പറഞ്ഞു, ഇപ്പൊ എനിക്കെല്ലാം ഉണ്ട്. ഈ ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നില്ല, അതിനെങ്ങനെ മാനേജ് ചെയ്യുന്ന ആക്ച്വലി ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട്? ഇല്ല, വിദ്യയുടെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ വെച്ചിട്ട് എങ്ങനെ? അതാ അയാളോട് തന്നെ ചോദിക്കണം, എന്നെ എങ്ങനെ സഹിക്കുന്നു. വീട്ടുകാരോടും ചോദിച്ചേക്ക് എന്നെ എങ്ങനെ സഹിക്കുന്നു. അപ്പം പ്രണയം ആള് കുറച്ച് സ്പിരിച്വൽ ആണോ? ഈശ്വര, സാധ്യതയുണ്ട്. ഓപ്ഷൻ ഉണ്ട്. ദൈവമേ, എല്ലാരും കൂടി എന്നെ ഇല്ല. അതിപ്പോ ഇങ്ങനെ നിൽക്കട്ടെ, അടുത്ത ഇന്റർവ്യൂവിന് ഞാൻ പറയാം. അതെ, അടുത്ത പടത്തിന്റെ ഞാൻ എന്തായാലും പറയാം. ഇപ്പൊ എനിക്ക് ഇടിയൻ ചന്തു വന്ന എല്ലാരും കണ്ടാ മതി. എല്ലാവരും സിനിമ കാണണം, അത്രേ ഉള്ളൂ. ഈ സിംഗിൾ ജേർണി അല്ലെങ്കിൽ ഇപ്പം ഒരു ഇപ്പോൾ ഒരു അത്യാവശ്യം അക്സെപ്റ്റൻസ് ഫാമിലിയിൽ നിന്നാണെങ്കിലും സിനിമ ഫീൽഡിൽ നിന്നാണെങ്കിലും ഈ പറഞ്ഞ ആഡ്സിൽ നിന്നൊക്കെ ആണെങ്കിലും വരുന്നുണ്ട്. അപ്പം ഓക്കെ, ഇപ്പോൾ ഐ ആം ഹാപ്പി അല്ലെങ്കിൽ ഇപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സിനിമ അല്ലെങ്കിൽ ഒരു ആക്ടർ ലൈഫ്. ഇനി അത് ഗ്രോ ആയിക്കോളും. എന്നാലും എത്ര സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ലൈഫിൽ ഓരോരോ സിറ്റുവേഷൻസ് വരും. ഇപ്പോഴും ഈ പറയുന്ന പോലെ നോ പറയേണ്ട സംഭവങ്ങളാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അറിയാം എങ്ങനെ നോ പറയണം എന്നുള്ളത്. എന്നാൽ ഈ സിറ്റുവേഷൻസ് പിന്നെയും ക്രിയേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര സക്സസ്ഫുൾ ആണെങ്കിലും, ഹേർട്ട് ആണെങ്കിലും, ഹേറ്റഡ് ആണെങ്കിലും, വഴക്കാണെങ്കിലും എല്ലാ സാധനങ്ങളും ലൈഫിലുണ്ടാവും. അപ്പം ഇപ്പോഴും എന്താണ് മനസ്സിൽ ഇപ്പോൾ നോക്കുന്ന ഒരു പോയിന്റ്, ഇപ്പം അത്യാവശ്യം അക്സെപ്റ്റൻസ് ഉണ്ട്. ഇനി വന്നാൽ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ ഇപ്പോഴും മനസ്സിലുണ്ടോ? നോ പറയും, ഇത് നോ പറയണോ വേണോ എന്നൊരു സാധനം ഉണ്ടോ? ഒരു കൺഫ്യൂഷനും ഇല്ല. ഇപ്പം എനിക്കറിയാം എനിക്ക് എന്താ പറയണ്ടേ, എവിടെയാണ് ബൗണ്ടറി വെക്കേണ്ടത്, ആരോട് എന്ത് സംസാരിക്കണം, ആരോട് എന്തൊക്കെ സംസാരിക്കേണ്ട. അതിപ്പോൾ ഈ ഒരു 1-2 വർഷമായിട്ടുള്ളൂ കേട്ടോ. എൻ്റെ അടുത്ത് വെച്ചില്ല ഈ ഒരു ക്യാരക്ടർ. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ ഉൾവെളിഞ്ഞതായിരിക്കാം. ചിലപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല എന്നല്ല, ആ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ച് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഇത് കിട്ടിയതുകൊണ്ട് ഞാൻ ഉൾവെളിഞ്ഞതായിരിക്കും. എനിക്ക് ഫ്രണ്ട്സിൻ്റെ ആവശ്യമില്ല, എനിക്ക് സ്വന്തമായിട്ട് തന്നെ എന്നെ ഡീൽ ചെയ്യാൻ അറിയാം, എല്ലാ കാര്യവും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരാളുടെ ആവശ്യമുണ്ടോ എന്നായിരിക്കും. പക്ഷെ പോകെ മനസ്സിലായി നമുക്കെല്ലാം വേണം, ഫ്രണ്ട്സ് വേണം, ഫാമിലി വേണം. സോ എനിക്കും അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട്. ഫാമിലി വേണം, സിനിമ, ഫാമിലി എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതല്ല എന്തായിരുന്നു ചോദിച്ചത്? ഇപ്പോഴും അതിന്റെ നോ ഞാൻ കൺഫ്യൂഷൻ ഇല്ല. ഇപ്പോൾ എനിക്കറിയാം, ഒരാൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുമ്പം എനിക്ക് മനസ്സിലാവും എവിടെ അത് നിർത്തണം, എവിടെ ബൗണ്ടറി വെക്കണം. അപ്പം അന്നത്തെ റാംബോക്ക് ഇന്ന് വന്നിരുന്നെങ്കിൽ എനിക്കറിയാം ആ ചേട്ടനോട് എന്താ പറയേണ്ടതെന്നും എങ്ങനെയായിരിക്കണം ഞാൻ അവിടെ ബിഹേവ് ചെയ്യേണ്ടതെന്ന്, എങ്ങനെ ഇറങ്ങിപ്പോരണമെന്നും എനിക്കറിയാം. വെറുതെ ഇറങ്ങിപ്പോരില്ല, 2 പറഞ്ഞിട്ടേ ഞാൻ ഇറങ്ങിപ്പോരുള്ളൂ. ഇപ്പോൾ പിന്നീട് അത്യാവശ്യം അക്സെപ്റ്റൻസ് ആയിട്ടുണ്ട്. പിന്നെ പുള്ളി വിളിച്ചൊരു താങ്ക്സ് പറയണ, ഒരു മെസ്സേജ് പറയണ തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല, പുള്ളി നന്നായിരിക്കട്ടെ, അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇന്നത്തെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് യെസ് എവിടെ പറയണം നോ എവിടെ പറയണം എന്ന് കൃത്യമായി ധാരണയില്ല. ചിലപ്പോൾ പറയുന്നത് തെറ്റിപ്പോവാം, ചിലപ്പോൾ പിന്നീട് അതിനെ ഓർത്ത് സങ്കടപ്പെടാം. അത് നമ്മൾ ഏത് പോയിന്റിലാണ് യെസ്സും നോയും പറയേണ്ടതാണ് വിദ്യ പറയുന്നത്? പെൺകുട്ടികളോടാണ് വിദ്യ ഇത് പറയുന്നത്. നമ്പർ 1 പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ, ആൺകുട്ടികൾക്കും നല്ല സ്ട്രഗിൾസ് ഉണ്ട്. ഓൾറെഡി പിന്നെ വലിയ ബാധിക്കുന്നില്ലല്ലോ ഈ വിഷയങ്ങളെ? ബാധിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഫ്രണ്ട്സും
ഗൈസ് സിനിമയിൽ വരാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ദൈവമേ ഈ പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല, ആൺകുട്ടികൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് സ്ട്രഗിൾ. പ്രിവിലേജ് കൂടുതലുണ്ട് ആ വിഷയത്തിൽ, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടി കഴിവ് തെളിയിക്കേണ്ട വരും അതിൻ്റെ അകത്ത്. യെസ് ഓർ നോ എവിടെ പറയണം എന്നുള്ളത് എൻ്റെ ലൈഫ് വെച്ചിട്ട് എനിക്ക് പറയാം. എൻ്റെ ലൈഫിൽ വന്ന വഴിയിൽ എനിക്ക് പറയാം, ഇവിടെയായിരുന്നു യെസ് പറയണ്ടായിരുന്നു, ഇവിടെയായിരുന്നു നോ പറയണമായിരുന്നു. അതെനിക്കറിയാം. എനിക്കിപ്പം വേറൊരാളുടെ അടുത്ത് പോയിട്ട് പറയാൻ പറ്റില്ല, കുട്ടി ഇവിടെ തന്നെ യെസ് പറയണം കേട്ടോ, ഇവിടെ തന്നെ നോ, അങ്ങനെ നമുക്ക് പറയാലോ നമ്മളെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഹേർട്ട് ചെയ്യരുത്, നമ്മളുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യരുത്, നമ്മുടെ ഫ്യൂച്ചർ സെൽഫിന് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ജേർണീനെ ഒന്നും ഹേർട്ട് ചെയ്യരുത്. ആ രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര ബാക്ക് ഫയർ ചെയ്യും. ഞാൻ എന്തിനാണ് അന്ന് അങ്ങനെ പറഞ്ഞത്, എന്തിനാണ് അങ്ങനെ ചെയ്ത്, ആ ചോദ്യങ്ങൾ മാക്സിമം പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു വഴി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എഴുതി വെക്കലാണ്. ഇപ്പോൾ നാളെ ഇപ്പോൾ എനിക്കൊരു ഷൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ എഴുതും എന്തായിരിക്കും അവരുടെ അവരെന്തായിരിക്കും ചോദിക്കുക, എന്തൊക്കെയായിരിക്കും ഞാൻ ഉത്തരം കൊടുക്കേണ്ടി വരിക, എവിടെയായിരിക്കും, അങ്ങനെ ഞാൻ പ്രീ പ്ലാൻഡ് ആണ്. ഇത് ഇപ്പോൾ കേട്ടോ, കുറച്ച് ഒരു 3-4 വർഷം മുന്നേ ആണെങ്കിൽ ഞാൻ എല്ലാം ഭയങ്കര സിമ്പിളായിട്ട് എടുക്കുന്ന ആളായിരുന്നു. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ സിമ്പിളായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ വരണ പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നല്ലോണം ആലോചിക്കണം, അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കും. ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് നമ്മൾ തന്നെ ന്യൂസ്, ഞാൻ പറഞ്ഞ പോലെ ന്യൂസ് തുറക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എപ്പോഴും ജാഗ്രത, എപ്പോഴും നമ്മളൊരു മൈൻഡാണെങ്കിലും കംപ്ലീറ്റ്ലി നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. എന്തായിരിക്കണം ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നമ്മൾ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടതെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. കാരണം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല, എല്ലാവരും ഫ്രണ്ട്സ് അല്ല. കൂട്ടത്തിലെ ഈ ഫ്രണ്ട് എന്ന് പറയുന്ന ആൾക്കാരിൽ ഒരാളെങ്കിലും ചിലപ്പോൾ നമ്മുടെ മോശം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ബി കെയർഫുൾ എന്ന് വെച്ചിട്ട് നത്തിങ്, എൻജോയ് ലൈഫ് അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പക്ഷെ എപ്പോഴും ഒരു തോട്ട് ഉള്ളിൽ വേണം, ഐ ഷുഡ് ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. എന്നെ ഞാൻ നോക്കിയില്ലെങ്കിൽ വേറെ ആരും എന്നെ വന്ന് പ്രൊട്ടക്ട് ചെയ്യാനുണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല. സോ അത്രേ ഉള്ളൂ. ഈ സൊസൈറ്റിയിൽ എല്ലാവരും സംസാരിക്കുമ്പോൾ എല്ലാവരും ഒരു പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ പെൺകുട്ടികളുടെ കാര്യം മാത്രമാണ്. ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞു എല്ലാ ആൺകുട്ടികളും ഉണ്ട്. അപ്പം മേജർലി എന്താണ് ആസ് ആൻ ആക്ടർ ഒരു ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും നേരിടുന്ന ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താ? ഈ പറയുന്ന ചാൻസസിനേക്കാൾ ഉപരി ഇങ്ങനെ എന്താണ് വിദ്യയുടെ ഒരു കാഴ്ചപ്പാട്? ഇപ്പം നമ്മൾ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ, കുറേ കാലം നമ്മൾ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാണ്ട് ഒരു ചിന്ത ഉള്ളിൽ വരും. അതായത് ഐ എം അബവ് ദെം, ഞാൻ അവർക്ക് മുകളിലാണ്. അതിപ്പോൾ ഏതൊരു സിനിമ മാത്രമല്ല കേട്ടോ, ഞാൻ ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏത് മേഖല എടുത്ത് നോക്കിയാലും കുറച്ച് മുകളിലിരിക്കുന്ന ആൾക്ക് എപ്പോഴും ഒരു തോട്ട് ഉണ്ടാവും, ഞാൻ ഇവരുടെ മുകളിലാണ്, ഐ നോ, എനിക്ക് അതിനുള്ളൊരു അധികാരമുണ്ട് ഇവിടെ. വിജയ് സേതുപതി പറയുന്ന പോലെ അഹങ്കാരം, ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു സാധനം അകത്ത് കയറിയാൽ പിന്നെ നമുക്ക് ദൈവത്തിന് പോലും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അതുപോലെ ആൾക്കാരുണ്ട്, ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ദ വേ ദേ ട്രീറ്റ്, അല്ലെങ്കിൽ ദ വേ ഇപ്പം സാർ എനിക്ക് ഈ റോള് കിട്ടിയാൽ കൊള്ളായിരുന്നു, സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യും, അതിന് താൻ സിനിമയൊന്നും ചെയ്തിട്ടില്ലല്ലോ, തനിക്ക് എന്ത് കഴിവ്, ലൈക്ക് ഒരു ബോസി സാധനം. പല സമയങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്, നിർത്തിയാലോ, എന്താ ഇവർക്ക് എന്തിനാ എനിക്ക് പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ബോസ് അല്ലെങ്കിൽ ബോസി ആയിട്ടുള്ള ആൾക്കാരെ എനിക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തിനാ അതിൻ്റെ ആവശ്യം എന്താ? നമ്മൾ താഴെയുള്ള ആൾ, മേളിലുള്ള ആൾ, നടുക്കിലുള്ള ആൾ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, മിക്ക മനുഷ്യന്മാരാണ്. അപ്പോൾ എനിക്ക് ആ സാധനം വരുമ്പം എനിക്ക് ഇറിറ്റേഷൻ വരും. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ ബോയ്സ്, ഇവന്മാർ പറയണത് എടി അയാളെന്ത് വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അയാൾ ആരാ? ചിലപ്പോൾ സിനിമകൾ കുറേ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എത്രത്തോളം നമ്മൾ വിനയവും നമ്മുടെ ഉള്ളിലൊരു കൈൻഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ സിനിമയിലും അംഗീകരിക്കുള്ളൂ, പൊതുജനത്തിലും ആൾക്കാർ അംഗീകരിക്കുള്ളൂ. അപ്പം നേരിടുന്ന സ്ട്രഗിൾസ് തന്നെയാണ്. ഒരു ഭയങ്കര ബോസി സാധനമാണ് എന്നുള്ളൊരു സാധനം. ഈ കലാകാരന്മാരെ കുറച്ചുകൂടെ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആൾക്കട്ടെ, ഇങ്ങനത്തെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് ടു എർത്ത് ആയിരിക്കണ്ടേ. കാരണം അവർ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഒരു ആർട്ട് ഫോമാണ്, അല്ലെങ്കിൽ ഒരാളെ എന്റർടൈൻ ചെയ്യിപ്പിക്കേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറയുമ്പോഴും പൊതുവെ അങ്ങനെ അല്ലല്ലോ കാണുന്നു. ഒരു 3-4-5 പടം അടുപ്പിച്ച് ഹിറ്റായി കഴിഞ്ഞാൽ ഒരു സാധനം വരും, ഈ പറഞ്ഞ പോലെ ബോസി സാധനം നമ്മുടെ ഉള്ളിൽ വരും, മൈൻഡ് വരും. നമ്മുടെ വെളിയിൽ അത് കാണിക്കാൻ നമ്മൾ എത്രത്തോളം അടച്ചു വെച്ചാലും
ഇത് വെളിച്ചാണ്. അപ്പം അത് എപ്പോഴും അത് എല്ലാ ആൾക്കാർക്കും ഇല്ലേ? ആർട്ടിസ്റ്റ് സംഭവത്തിൽ നോക്കുവാണെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു സാധനം വരത്തില്ലേ? അങ്ങനെയാണ് നമ്മൾ കാണുന്നത് പൊതുവെ. കുറച്ച് കഴിയുമ്പോഴേക്കും എന്തൊക്കെയോ ഒരു എനിക്കത് അതിനോട് യോജിക്കാൻ പറ്റില്ല ഒരിക്കലും. നമ്മളെത്ര ഇപ്പം ഞാനിപ്പോൾ ഒരു 7 വർഷം ഓൾമോസ്റ്റ് 8 വർഷം വലിയ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്തതിലൊക്കെ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് ചേച്ചി എന്തെങ്കിലും ഒരു വഴി ഒരു ചാൻസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഞാനെല്ലാം ഒരു ഭയങ്കര സ്പിരിച്വൽ രീതിയിൽ സംസാരിക്കാമെന്ന് പറയരുത്, പക്ഷേ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ ഇഷ്ടം. കാരണം നമ്മൾ കണ്ടു ഒരു ന്യൂസ്, പുള്ളിയുടെ പേര് എനിക്കറിയില്ല, മണ്ണിടിഞ്ഞിട്ട് ലോറി ആള് അവിടെ പെട്ട് കിടക്കുകയാണ്. ഇപ്പോഴും ആളേനെ നമ്മൾ രക്ഷിച്ചിട്ടില്ല. ഇത്രേ ഉള്ളൂ എല്ലാവരും. അതാദ്യം മനസ്സിലാക്കുക. ഏത് മനുഷ്യനും നിങ്ങളിപ്പോൾ മേളിലിരുന്ന അവാർഡ് വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെക്കാട്ടിലും ഇതാണെന്ന് പറഞ്ഞാലും ആസിഫിക്ക പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന ആളുടെ എന്തെങ്കിലും സമ്മർദ്ദം കൊണ്ടായിരിക്കാം തീർക്കാവുന്നതേ ഉള്ളൂ എല്ലാം. അപ്പം നമ്മളെല്ലാവരും ഇതാ പറഞ്ഞ മണ്ണിലേക്കാണ് പോകുന്നത്. അപ്പോൾ കിട്ടുന്ന സമയം എല്ലാ മനുഷ്യന്മാരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക, എല്ലാവരെയും ഒരേപോലെ കാണുക. ഇതിപ്പോൾ നിങ്ങൾ ഇന്നിവിടെ എൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച് കുറച്ച് കാലം കഴിഞ്ഞും വലിയ അല്ലെങ്കിൽ എത്താൻ സാധിക്കട്ടെ ദൈവം അനുഗ്രഹിച്ച്. അപ്പോഴും നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഒരിക്കലും ഒരു മാറ്റം വരില്ല. അത് ഞാൻ ഈ ക്ലിപ്പ് കട്ട് ചെയ്തോ. സ്ത്രീ സൗഹൃദങ്ങളാണ് പുരുഷ സൗഹൃദങ്ങളാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്? രണ്ടും ഭംഗിയാണ്. രണ്ടും രണ്ട് ഭംഗിയാണ്. ഗേൾസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്ന് പറയുമ്പം കുറച്ചും കൂടി ഒരു വാത്സല്യം, അമ്മ ചേച്ചി, ഇമോഷണൽ സാധനമാണ്. ചെക്കന്മാരാകുമ്പോൾ നമുക്ക് ഇപ്പം ദുർഗ ക്യാരക്ടറിന് വേണ്ട സാധനങ്ങൾ അവരുടെ ഈ ബൈക്ക് ഓടിക്കുന്നതൊക്കെ ഞാൻ കുറച്ച് ദിവസം അവന്മാരെയൊക്കെ ഒന്ന് പോയിട്ടൊന്ന് വാച്ച് ചെയ്ത് ഇവരെങ്ങനെയാണ് ഒരു ടോം ബോയ് സാധനമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം രണ്ടും ഞാൻ ആസ്വദിക്കുന്നുണ്ട്. എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരില്ലാന്നേ ഉള്ളൂ. ക്ലോസ് ആയിട്ട് അമ്മയാണ് ഏറ്റവും ക്ലോസ് അമ്മയാണ്. എല്ലാ കാര്യം ഇന്നാണ്ട് ഔട്ട് അറിയാവുന്ന എല്ലാം അറിയാം. ഞാൻ ഒരു കാര്യം അമ്മ എടുത്ത് ഇല്ലാണ്ട് പറഞ്ഞിട്ടില്ല, എല്ലാം അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പൊ പറയുന്നുണ്ട് നീ പോട്ടെ. അല്ല ഈ ഇപ്പം ഡോ പറഞ്ഞിട്ടുള്ള കാര്യം അമ്മയ്ക്ക് അറിയാമെങ്കിൽ അമ്മ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന അതിന്റെ കാര്യത്തിലല്ലേ? ഇങ്ങനെ സാധനം വന്നിട്ടുണ്ടല്ലോ പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് അറിയാം എന്നെ. 2-3 വർഷമായിട്ട് അമ്മയ്ക്ക് എന്റെ വർത്താനമൊക്കെ കേൾക്കുമ്പോൾ അമ്മ പറയുന്നത് അപ്പൊ പഠിച്ചല്ലേ കാര്യങ്ങളൊക്കെ. എല്ലാം പഠിച്ചു അമ്മ. മറ്റേ ഇവളുടെ അടുത്ത് ആള് വരാനായിട്ട് പേടിക്കുന്നുള്ളൊരു ധാരണ. ഇപ്പോൾ ഇടിയൻ ചന്തുവിൻ്റെ ഡയറക്ടർ ജിത്തു ചേട്ടൻ ശ്രീതേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു? പുള്ളിയായിട്ട് എങ്ങനെയാണ് പരിചയം? ഈ പടത്തിൽ നിന്നുള്ള പരിചയമാണോ? പടത്തിലുള്ള പരിചയം തന്നെ. എങ്ങനെയുണ്ടായിരുന്നു സിനിമയായിട്ട്? ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. അതായത് ഡയറക്ടർ പറയുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് പറയുകയാണ് ഈ ഒരു സീൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ അതേപോലെ ചെയ്ത് കൊടുക്കും. എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ഇൻപുട്ട് ഇടണമെന്ന് പുള്ളി ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇൻപുട്ട് ഇടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വാട്ട് ഹി വാണ്ട്സ് അതന്നെ ഞാൻ കൊടുക്കും. ശ്രീജിത്തേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഒരു സീൻ പറഞ്ഞു തന്ന്. ഇപ്പം ഞാൻ ആദ്യം കഥ കേൾക്കാൻ പോയപ്പം അന്നാണ് ഞാൻ ശ്രീജിത്തേട്ടൻ ആദ്യമായിട്ട് കാണുന്നത്. കഥ കേൾക്കാൻ പോയി എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ദുർഗ എന്താണ് കഥ എന്താണെന്ന് പറഞ്ഞു തരുമ്പോൾ പുള്ളി ദ വേ ഹി നറേറ്റ്സ് എല്ലാ സീനും നറേറ്റ് ചെയ്ത് തരുന്ന ഒരു രീതിയുണ്ട്. പിന്നെ നമുക്ക് കാണിച്ചു തരുന്നത് ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പം ഭയങ്കര എന്താ പറയുക, പിന്നെ ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ ഗ്രൗണ്ട് മനുഷ്യനാണ്, ഭയങ്കര ഗ്രൗണ്ടഡ് ആണ് ആൾ, ഭയങ്കര പീസ്ഫുള്ളാണ്. അയ്യോ എനിക്ക് പേടിയുണ്ട്. ചില ഡയറക്ടേഴ്സ് നമ്മുടെ അടുത്ത് വെറുതെ ദേഷ്യപ്പെടുക, ഇതങ്ങനെയല്ല ഇങ്ങനെയല്ല, അതൊന്നുമില്ല. പുള്ളി ഭയങ്കര സമാധാനമാണ്. ശ്രീധരൻ ഒരു ക്യാമറമാനും കൂടെ ആയതുകൊണ്ട് പുള്ളിക്ക് അതിന്റെ ഒരു വിഷ്വലുണ്ട്. ശ്രീധരൻ ഒരു സാധനം നോക്കുമ്പോൾ കാണുമ്പോൾ ആ വിഷ്വൽ എന്താണെന്നുള്ളത് ശ്രീധരൻ പെട്ടെന്ന് മനസ്സിലുണ്ട്. അതാണ് എനിക്ക് ഒന്ന് പറഞ്ഞു തരുന്നത്. ശ്രീധരൻ ഒരു വിഷ്വൽ സീൻ പറയുമ്പോഴും പുള്ളി പറയുന്ന കേൾക്കുമ്പോൾ നമുക്കറിയാം പുള്ളി എന്തോ വിഷ്വലി നമുക്ക് കാണാൻ പറ്റും ആ സാധനം, പുള്ളിയുടെ മനസ്സിലാതുണ്ട്. അപ്പൊ അങ്ങനെയാണോ പറഞ്ഞുതരാറ്? പുള്ളി ഇപ്പം ദുർഗ നടന്നു വരുന്നു. ഇപ്പം ഒരു സീനുണ്ട് സിനിമയിൽ, അതായത് ഞാനും ലെന ചേച്ചി കൂടി പഴനിയിൽ പോയി വരുന്നൊരു സീനുണ്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക്. അപ്പം കാറിൽ വരുന്നു. അപ്പം നമുക്ക് ഇത് പറഞ്ഞു തരുമ്പം കഥ കേൾക്കുമ്പം ഇങ്ങനെയാണ് ദുർഗ വണ്ടി ഓടിച്ച് വരുന്നു, ലെന ചേച്ചി കാറിലുണ്ട്, മൊട്ടയടിച്ചിട്ടാണ് ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. പക്ഷെ അവിടെ ഞാൻ ഒരു കാര്യം മാത്രം ചിന്തിച്ചില്ല, അവർ പഴനിയിൽ പോയി വരുന്നവരെ അവർ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും ഈ വിഷ്ണുവിനെ കുറിച്ച്, ചന്തുവിനെ കുറിച്ച്, ചന്തു എങ്ങനെ ശരിയാക്കാം, നമുക്കിനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവൻ്റെ കാര്യത്തിൽ, അങ്ങനെ ഒരു ജേണി. അത് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ഈ സീൻ എടുക്കാൻ ഫസ്റ്റ് ടേക്ക് എടുത്തപ്പം ഞാനൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അല്ലെ നമ്മൾ വരുന്നു ക്യാരക്ടറാണെന്ന് പറയാം.
ആദ്യത്തെ ടേക്ക് എടുത്തപ്പം ഞാൻ ആ ക്യാരക്ടറിൽ നിന്ന് കുറച്ച് മാറിപ്പോയി. അതായത് ഞാൻ ശ്രീതേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാണ് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരിപ്പോൾ അത്രയും വലിയൊരു ജേണി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിലിപ്പോൾ ചന്തു എല്ലാം ഓക്കെ ആണ്, അല്ലെങ്കിൽ ചന്തുവിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഇരുന്ന് പുള്ളി കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു, ഫീഡ് ചെയ്ത് അവിടെ വേറൊരു ദുർഗനെ പുള്ളി കൊണ്ടുവന്നു. ഞാൻ അവിടെ ഞാനല്ലായിരുന്നു പിന്നീട് അടുത്ത ടേക്കിന് പോയപ്പോൾ. അപ്പോൾ അസോസിയേറ്റ് അവരൊക്കെ ചോദിച്ചു, ഇത് ഇവൾ കുറച്ച് നല്ല അടിപൊളിയായി ഇപ്പോൾ ചെയ്തല്ലോ. അപ്പോൾ ശ്രീതേട്ടൻ അവിടെ നിന്ന് സൂപ്പർ എന്ന് പറഞ്ഞു. അതായത് പുള്ളി ഏത് സീൻ എടുക്കുമ്പോഴും പുള്ളിക്ക് അവിടെ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ ആ ഏത് ക്യാരക്ടറാണെങ്കിലും അവരെ വിളിച്ചിട്ട് മോർ ഇൻപുട്ട് കൊടുക്കും, കഥ കുറച്ചും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടിയും നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അതിൽ കുറേ ഇൻപുട്ട് കൊടുത്തിട്ടാണ് പിന്നെ വിടുള്ളൂ. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. പിന്നെ ആൾ ചിൽ ഡയറക്ടറാണ്. വലിയ ബഹളമോ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ബഹളം ഉണ്ടാക്കുക അതൊന്നുമില്ല. വിഷ്ണുവേട്ടൻ്റെ കാര്യം പറയുമ്പോഴാണ്, വിഷ്ണുവേട്ടൻ ഇവർ രണ്ടുപേരും സിനിമയുടെ പ്രൊഡ്യൂസേഴ്സും കൂടിയാണല്ലോ. അപ്പം ഒരാൾ ഡയറക്ടറാണ്, ഒരാൾ ആക്ടറാണ്. അപ്പം എല്ലാവരുടെ കൈയും ഇങ്ങനെ എല്ലാവരും പണിയെടുത്തിട്ടും ടെക്നീഷ്യൻസൊക്കെ വയ്യാണ്ട് കൈയൊക്കെ നോക്കും. ആക്ടേഴ്സിൻ്റെ ഒക്കെ കൈ നമ്മൾ മറ്റേ ചായ കുടിച്ച് കഴിയുമ്പോഴേ എല്ലാവരുടെ കയ്യിലും എണ്ണയായിരിക്കും, മറ്റേ പഴംപൊരിയും അതും ഇതൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ വിഷ്ണുവേട്ടൻ മറ്റേ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അല്ല നിങ്ങൾക്ക് ലൈക്ക് ആ ഒരു ഇത് കാണാം, നമുക്ക് വ്യത്യാസം കാണാം. പക്ഷെ രസമായിരുന്നു, നല്ലൊരു മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അപ്പം എന്തായാലും വിദ്യ ഇനിയും ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്യട്ടെ. ഇനിയും പറഞ്ഞ പോലെ അടുത്ത സിനിമയുടെ പ്രൊമോഷൻ വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഒരു സിനിമ ഒരു ലെവലിൽ എത്തിയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കുറച്ച് ജാടയുള്ള ഈ പറഞ്ഞ സോക്കോൾഡ് ആക്ടറിൻ്റെ ലെവലിലേക്ക് എത്തിയാൽ നമ്മൾ താഴെ പറഞ്ഞ പോലെ മറ്റേ ക്ലിപ്പ് കെട്ടിയിടാൻ പറ്റും. അങ്ങനെ വരട്ടെ. എല്ലാവിധ ആശംസകളും. ഇനി ഒത്തിരി പടങ്ങൾ ചെയ്യട്ടെ. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നായികയായിട്ട് നടിയായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.